എന്റെ രോഗക്കീടക്കയതിൽ എന്റെ സൗഖ്യപ്രദായകനേ, എന്റെ രോഗസംഹാരകനേ, എന്റെ സർവവും നീ മാത്രമേ. ആരാധ്യനേ ആരാധ്യനേ, ആരിലും ഉന്നതനായവരെ ആരാധിക്കുന്നിത അങ്ങയെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. നമ്മുടെ ജീവിതങ്ങൾ വിജയിക്കണമെങ്കിൽ നാലാമതായി നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു കാര്യമാണ് യേശുവിനെ വിശ്വസിക്കുക. യേശുവിനെ വിശ്വസിക്കുന്നവരായിട്ട് മാറിയാൽ നമ്മുടെ ജീവിതങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. കാനായിലെ കല്യാണ വീട്ടിൽ യേശു കർത്താവ് പോയതിന് കാരണം യേശുവിനെ അവിടെ ക്ഷണിച്ചത് കൊണ്ടാണ്. അവിടെ ഒരു പ്രശ്നം നടന്നപ്പോൾ എന്തുകൊണ്ട് ആ പ്രശ്നം മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിനെ അവർ ഉൾപ്പെടുത്തിയത് കൊണ്ടതാണ്. മൂന്നാമതായി എന്തുകൊണ്ട് അവിടെ ഒരു അത്ഭുതം നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ യേശുവിനെ അവർ അനുസരിക്കുവാൻ തയ്യാറായതുകൊണ്ടാണ്. നാലാമതായി യേശുവിനെ വിശ്വസിക്കുക. വീണ്ടും ആ വിവാഹ വീട്ടിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ആ ജോലിക്കാരോട് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളിതിൽ വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു. അവരങ്ങനെ ചെയ്തു. അതിനെ കൊണ്ടുപോയി വിരുന്നുവാഴി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ ചെയ്തു. തിരിച്ചൊന്നും ചോദിക്കാതെ തന്നെ, ഒരു ചോദ്യവുമില്ലാതെ, സംശയമില്ലാതെ അനുസരിച്ചു. അവരതുപോലെ തന്നെ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം. ആ പച്ചവെള്ളം വീഞ്ഞായിട്ട് മാറി. നോക്കണേ, അവിടെ അവർ കോരി നിറച്ചത് വെള്ളമായിരുന്നു. അവർ കോരിയെടുത്തതും വെള്ളമായിരുന്നു. വിരുന്നുവാഴിക്ക് കൊണ്ടുവന്ന് കൊടുത്തതും വെള്ളമായിരുന്നു. വിരുന്നുവാഴി അത് രുചിച്ചു നോക്കിയപ്പോൾ ഏറ്റവും മധുരമുള്ള വീഞ്ഞായിരുന്നു. അപ്പോൾ ഈ പച്ചവെള്ളം കോരിയെടുത്തതിനും വിരുന്നുവാഴി രുചിച്ചു നോക്കിയതിനും ഇടയിൽ ഒരു അത്ഭുതം നടന്നു. ഈ അത്ഭുതം എങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ വിശ്വാസം. അവർ വിശ്വസിച്ചത് കൊണ്ട് ആ അത്ഭുതം നടന്നു. വിശ്വസിച്ചാൽ നമ്മളും ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നമ്മുടെ രോഗങ്ങൾ സൗഖ്യമാകും. ദൈവത്തെ വിശ്വസിച്ചാൽ ദൈവം ആരെയും കൈവിടുകയില്ല. ചോദ്യം തിരിച്ച് നമ്മുടെ നേരെ വരുവാണ്, ദൈവത്തിന് നിന്നെ വിശ്വസിക്കാൻ കൊള്ളാമോ? ദൈവം എത്രയോ വചനങ്ങൾ നിന്നെ പഠിപ്പിച്ചു, എന്നിട്ടും നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണോ? യേശുവിനെ വിശ്വസിക്കാം. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, ഈ വിശ്വാസം എങ്ങനെ വരുന്നു? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേട്ടാൽ മാത്രമേ നമുക്ക് വിശ്വാസം വരികയുള്ളൂ. അതുകൊണ്ട് ഓരോ ദിവസവും ദൈവവചനം നമുക്ക് കേൾക്കാം. ദൈവവചനം കേൾക്കുന്ന വചനത്തെ നമുക്ക് വിശ്വസിക്കാം. ആ വിശ്വസിക്കുന്ന വചനത്തെ നമുക്ക് പ്രവർത്തിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹമാകും. അതുകൊണ്ട് നമ്മൾ പരാജയത്തിലേക്കല്ല, നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. എങ്ങനെ വിജയിക്കും? യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ജയം പ്രാപിക്കും. നമ്മൾ വിജയികളായിട്ട് മാറും. ഗോഡ് ബ്ലെസ് യു.